ഈ പിന്നെ ഗവൺമെൻറ് സെക്ടറിലുണ്ടായിരുന്നു, അതിനുശേഷം പിന്നെ ഇതിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഓണ്ടർപ്രണർഷിപ്പ് ഹൈ റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രിഗർ, അതിൻ്റെ ഒരു പിന്നെ ഒരു മോട്ടീവ് എന്തായിരുന്നു ആ ഒരു റിസ്ക് എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്? ഗവൺമെൻറ്റിൽ നിന്ന് മാറുന്ന സമയത്ത് കുടുംബത്തിൽ നിന്നും ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നും പലരും പറഞ്ഞു പോയി, എന്തിനാണ് വെറുതെ, ഇതൊരു സേഫല്ലേ, ഉച്ചവരെ വർക്ക് ചെയ്താൽ പോരെ, എല്ലാ ദിവസവും പോകണ്ടല്ലോ, അതിന് പോയിക്കൂടി, ഇനി അഥവാ എനിക്ക് കുറച്ച് ജോലി അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ലീവ് എടുത്താൽ പോരെ, എന്തിനാണ് റിസൈൻ ചെയ്യുന്നതെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഞാനത് മനസ്സിലാക്കിയ കാര്യം, പിന്നെ നമ്മൾ ഏകദേശം 2015 ആയിട്ടുണ്ട് റിസൈൻ ചെയ്യുമ്പോൾ. നമ്മൾ ഒരു പുഴയിൽ നീന്തണമെങ്കിൽ എടുത്ത് ചാടണം. ആ പുഴേൻ്റെ കരക്കിരുന്ന് ഞാനിങ്ങനെ അവിടെയും ഇവിടെയാന്ന് പറഞ്ഞാൽ കാര്യമില്ല, അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങിയാലേ നമ്മൾ നീന്തുള്ളൂ. അപ്പോൾ ആ ഒരു കംഫോർട്ട് സോൺ, ആ ഒരു സേഫ് സോണ് ഒഴിവാക്കിയാൽ മാത്രമേ നമ്മൾ വളരുള്ളൂ എന്ന് മനസ്സിലാവേണ്ട. മറ്റേത് നമുക്ക് എന്ത് ചെയ്യാം, ഗവൺമെൻറ് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ച് അല്ലെങ്കിൽ സീല് കൊടുക്കുക, നമ്മൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും, സാലറി അത്യാവശ്യം ഉണ്ടാവും, പിന്നെ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാം. ഇതിങ്ങനെ അതിലപ്പുറത്തേക്ക് നമ്മൾ വളരില്ല.